Hello friends, this is Silpa Vincent from IELTS Yaah. Welcome to IELTS Vocabulary Day 4. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലെക്സിക്കൽ റിസോഴ്സസ്, ടെർമിനോളജീസ് ആൻഡ് എക്സാമ്പിൾസ് ആണ്. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ, അതായത് വൊക്കാബുലറി ഡേ 3ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആയിരുന്നു. Hope you enjoyed that video. If you haven't watched that video yet, I have given the link in the description box below. You can watch there. So, ഇന്നത്തെ ടോപ്പിക്ക് എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് എക്സാമ്പിൾസ്. So if you haven't subscribed my channel yet, you can subscribe my channel and please support me by sharing and liking my channel. Thank you so much. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് വേർഡ്സ് ആണ് എംപവർ ആൻഡ് എക്യുപ്പ്. പ്ലീസ് സേ വിത്ത് മീ, എംപവർ ആൻഡ് എക്യുപ്പ്. എംപവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് സ്ട്രോങ് എന്നാണ് അർത്ഥം, വിച്ച് മീൻസ് ശക്തിപ്പെടുത്തുക, ബലപ്പെടുത്തുക എന്നൊക്കെയാണ് എംപവറിൻ്റെ അർത്ഥം. എക്യുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിക്കം റെഡി അല്ലെങ്കിൽ ബി പ്രിപ്പയർഡ് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ടു ബിക്കം പ്രിപ്പയർ എന്നൊക്കെയാണ് ഈ എക്യുപ്പിൻ്റെ അർത്ഥം. അതായത് തയ്യാറെടുക്കുക അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കുക എന്നൊക്കെയാണ് എക്യുപ്പിൻ്റെ അർത്ഥം. സോ ഈ രണ്ട് വാക്കുകളും എങ്ങനെയാണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളിൽ യൂസ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് കാണാം. എഡ്യൂക്കേഷൻ എംപവേഴ്സ് ഹ്യൂമൻ and equip them to face real life challenges efficiently, which means education ആളുകളെ ശക്തിപ്പെടുത്തുന്നു, അതോടൊപ്പം തന്നെ അവരെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് ചാലഞ്ചസ് ഏറ്റെടുക്കാൻ തയ്യാറാക്കുന്നു. They equip people to face real life challenges. This is a very good example and you can use these two words, empower and equip, in any sort of situations, not just education related essay. So please remember this word. Let's move on to the next word. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാക്കുകളാണ് സിഗ്നിഫിക്കൻറ്റ്, ടൂൾ, എലിമിനേറ്റ്. സിഗ്നിഫിക്കൻറ്റ്, ടൂൾ ആൻഡ് എലിമിനേറ്റ്. ഇതിൽ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും ഇതൊക്കെ, പക്ഷേ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, ബിക്കോസ് ഇതെല്ലാം അക്കാഡമിക് ആയിട്ടുള്ള വൊക്കാബുലറീസ് ആണ്. സോ നിങ്ങളുടെ എസ്സേ റൈറ്റിങ്ങിൻ്റെ അകത്ത് അവർ കൂടുതൽ നോക്കുന്നത് നിങ്ങൾ എത്രത്തോളം അക്കാഡമിക് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അപ്പം സിഗ്നിഫിക്കൻറ്റിൻ്റെ മീനിങ് ഇമ്പോർട്ടൻ്റ് എന്നാണ്. അപ്പോൾ സോ നമ്മുടെ നോർമൽ റൈറ്റിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതുന്ന സ്ഥാനത്ത് നമ്മളൊരു IELTSന് വേണ്ടിയുള്ള എസ്സേ ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഇൻക്ലൂഡ് ദ വേർഡ് സിഗ്നിഫിക്കൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ്. സോ അതുപോലെ വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധത്തിന് പകരമുള്ള വാക്കാണ് ടൂൾ. യു ഷുഡ് യൂസ് ദാറ്റ് പർട്ടിക്കുലർ അക്കാഡമിക് വേർഡ്. സോ എലിമിനേറ്റ് മീൻസ് കംപ്ലീറ്റ്ലി റിമൂവ്, അതായത് തുടച്ച് നീക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക, ഇല്ലായ്മ ചെയ്യുക, ഇതൊക്കെയാണ് എലിമിനേറ്റിൻ്റെ അർത്ഥം. സോ സിഗ്നിഫിക്കൻറ്റിൻ്റെ അർത്ഥം ഇമ്പോർട്ടൻറ്റ്, ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം, എലിമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുക, തുടച്ച് നീക്കുക, ഇതൊക്കെയാണ് എലിമിനേറ്റിൻ്റെ അർത്ഥം. സോ ലെറ്റ്സ് സീ an example. Education is the most significant tool in eliminating poverty and unemployment. So education is the most important weapon in eradicating or eliminating poverty and unemployment. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ തുടച്ചു നീക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെപ്പണാണ് എഡ്യൂക്കേഷൻ. This is a very good example. Let's move on to the next word. Next word in this video is foster. Say with me, foster. ഫോസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യുക, പ്രമോട്ട് ചെയ്യുക, വളർത്തുക എന്നൊക്കെയാണ് ഫോസ്റ്ററിൻ്റെ മീനിങ്. സോ ഫോസ്റ്റർ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തിനെ ഫോസ്റ്റർ ചെയ്യുക, ഹെൽത്തിനെ പരിപാലിക്കുക, ഹെൽത്തിനെ പ്രമോട്ട് ചെയ്യുക എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഹെൽത്ത് നന്നാക്കുക, ഇംപ്രൂവ് ചെയ്യുക എന്നൊക്കെയാണ് ഫോസ്റ്ററിൻ്റെ മീനിങ്. സോ ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. Education strengthens social values and fosters peace in community, which means education സാമൂഹ്യ മൂല്യങ്ങളെ ബലപ്പെടുത്തുന്നു. സോഷ്യൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ മൂല്യങ്ങൾ, അതിനെ ബലപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇറ്റ് ഫോസ്റ്റേഴ്സ് പീസ് ഇൻ കമ്മ്യൂണിറ്റി, ഇറ്റ് പ്രൊമോട്ട് പീസ് ഇൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി. അപ്പം സൊസൈറ്റിയിൽ സമാധാനത്തെ പരിപോഷിപ്പിക്കുന്നു. യെസ്, ഫോസ്റ്റർ മീൻസ് പരിപോഷിപ്പിക്കുന്നു, അത് തന്നെയാണ് ഫോസ്റ്ററിൻ്റെ മലയാളത്തിലുള്ള റിയൽ ആയിട്ടുള്ള വാക്ക്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്സ് ആണ് ഇറാഡിക്കേറ്റ്, discrimination and prevail. Eradicate, discrimination and prevail.
ഇറാഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിമൂവ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പുട്ട് ആൻ എൻഡ് ടു, ഗെറ്റ് റിഡ് ഓഫ് എന്നൊക്കെയാണ് ഇറാഡിക്കേറ്റിൻ്റെ അർത്ഥം. സോ ഇതുപോലെ തന്നെ അർത്ഥമുള്ള വേറൊരു വാക്ക് നമ്മൾ പഠിച്ചു, എലിമിനേറ്റ് എന്ന വാക്ക്. സോ എലിമിനേറ്റ് എന്ന വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിമൂവ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഇല്ലാതാക്കുക, അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് എലിമിനേറ്റിൻ്റെയും അർത്ഥം. സോ എലിമിനേറ്റ് എന്ന വാക്കും ഇറാഡിക്കേറ്റ് എന്ന വാക്കും സിനോണിംസ് ആണ് വിത്ത് സെയിം മീനിങ്സ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വേർഡ്, ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിവ്. സൊസൈറ്റിയിൽ നമുക്കറിയാം പല രീതിയിലുള്ള വേർതിരിവ്, പല രീതിയിലുള്ള ചേരിതിരിവൊക്കെ ഉണ്ട്. ഇത് ചിലപ്പം ജെൻഡർ ബേസിസിലാവാം, ചില സമയത്ത് നമ്മുടെ സ്കിൻ കളറിൻ്റെ ബേസിസിലാവാം, ചിലപ്പോൾ റിലീജിയൻ ബേസിസിലാവാം. അങ്ങനെ പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം ഉണ്ട്. സോ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിവ്. ഇനി പ്രിവൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുക അല്ലെങ്കിൽ ശക്തിയോടെ നിലനിൽക്കുക, ശക്തമായി തുടരുക, ഇതൊക്കെയാണ് പ്രിവൈലിൻ്റെ അർത്ഥം. ശക്തി ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കപ്പെട്ട എന്തും, അതായത് നിലനിൽക്കുന്ന എന്തും, അതിനെയാണ് പ്രിവൈൽ എന്ന് പറയുന്നത്. പ്രിവൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവൺ ടു ബി മോർ പവർഫുൾ, കൂടുതൽ പവർഫുൾ ആണെന്ന് തെളിയിക്കപ്പെട്ടവ അല്ലെങ്കിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നവ, അവയൊക്കെയാണ് നമ്മൾ പ്രിവൈൽ എന്ന് പറയുക. പ്രിവൈൽ. So let's see the example to understand more about the meaning of these words. Education could eradicate discriminations prevailing in the society. Education could eradicate or eliminate discriminations prevailing in the society. അപ്പം എഡ്യൂക്കേഷന് എന്ത് സാധ്യമാകും എന്നാണ് പറയുന്നത്? നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേഷൻസ്, വേർതിരിവുകൾ ഇറാഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ തുടച്ചു നീക്കാൻ സാധിക്കും. എഡ്യൂക്കേഷന് നമ്മളുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന വേർതിരിവുകളെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്, എലിമിനേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് എക്സാമ്പിൾ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ലെക്സിക്കൽ റിസോഴ്സാണ്. ലെക്സിക്കൽ റിസോഴ്സ് എന്താണ്, അതിന് ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു. If you haven't watched that video yet, please go and watch it. I have given the link in the description box below. Let's move to the word. The word is teacher-led class. Teacher-led class, which means a class under the guidance of a teacher. ഒരു ടീച്ചർ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു ടീച്ചർ നേതൃത്വം കൊടുക്കുന്ന ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ ടീച്ചർ ലെഡ് ക്ലാസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂൾസിലും യൂണിവേഴ്സിറ്റീസിലും ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ടീച്ചർമാർ പഠിപ്പിക്കുന്നു, കുട്ടികൾ കേട്ടിരുന്ന് പഠിക്കുന്നു. സോ ദിസ് ഇസ് എ ടീച്ചർ ലെഡ് ക്ലാസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വേർഡ്, ടിപ്പിക്കൽ. ടിപ്പിക്കൽ മീൻസ് എ നോർമൽ വേ ഓഫ് ഡൂയിങ് സംതിങ് അല്ലെങ്കിൽ എ നോർമൽ തിങ്, എ യൂഷ്വൽ തിങ്. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടിപ്പിക്കൽ എന്ന് പറയുന്നത്. എല്ലാവരും ബിഹേവ് ചെയ്യുന്ന പോലെ നമ്മളും ബിഹേവ് ചെയ്താൽ ഇറ്റ്സ് എ ടിപ്പിക്കൽ ബിഹേവിയർ. ഇനി എല്ലാവരും പോകുന്ന വഴി കൂടെ നമ്മളും പോയാൽ ഇറ്റ്സ് എ ടിപ്പിക്കൽ പാത്ത്. എല്ലാവരും എടുക്കുന്ന പാത്താണ്, നമ്മളും അതെടുത്തു. സോ ഇറ്റ്സ് എ ടിപ്പിക്കൽ പാത്ത്. സോ നോർമൽ അല്ലെങ്കിൽ യൂഷ്വൽ ട്രെൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടിപ്പിക്കൽ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വേർഡ് ഈസ് ഡോമിനേറ്റ്. ഡോമിനേറ്റ് മീൻസ് എന്തിൻ്റെങ്കിലും മുകളിൽ നമ്മൾ ആധിപത്യം പുലർത്തുക, നമ്മൾ റൂൾ ഓവർ ചെയ്യുക, എന്തിനെങ്കിലും നമ്മൾ മറികടക്കുക അല്ലെങ്കിൽ എന്തിനെങ്കിലും അടിമപ്പെടുത്തുക, ഇതൊക്കെയാണ് ഡോമിനേറ്റ് എന്ന് പറയുക. ഡോമിനേറ്റ് എന്ന് പറഞ്ഞാൽ അധികാരം സ്ഥാപിക്കുക, ആധിപത്യം പുലർത്തുക എന്നൊക്കെ നമുക്ക് പറയാം. ഇനി ദ നെക്സ്റ്റ് വേർഡ് ഈസ് ഇ ലേണിംഗ്. ഇറ്റ്സ് എ ലെക്സിക്കൽ റിസോഴ്സ്. അത് ഒരു ലെക്സിക്കൽ റിസോഴ്സാണ് കേട്ടോ, ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇ ലേണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ്. യു ഹാവ് ഹേർഡ് അബൌട്ട് ഓൺലൈൻ ക്ലാസ്സസ്, റൈറ്റ്? ദേ ഓൾ കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഇ ലേണിംഗ്. ഇ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്നതെന്തും ഇ ലേണിങ്ങിൻ്റെ ഭാഗമാണ്. സോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? വി ആർ ലേണിംഗ് ത്രൂ വീഡിയോസ്. സോ വി ആർ എ പാർട്ട് ഓഫ് ഇ ലേണിംഗ്. സോ ഇ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് പഠനം നടക്കുമ്പോൾ ദാറ്റ്സ് ഇ ലേണിംഗ്. സോ ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. Teacher-led typical classrooms are dominated by e-learning platforms nowadays. ഇത് വളരെ നല്ലൊരു എക്സാമ്പിളാണ്. നമ്മളുടെ ഇപ്പോഴത്തെ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും നമുക്കറിയാം, ഇപ്പോൾ നോർമൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം സസ്പെൻഡ് ചെയ്ത് everyone have shifted towards online education. So please remember this particular example. You can use this in your IELTS writing and you can use it anywhere. Well, so teacher-led typical classrooms are dominated by e-learning platforms nowadays. Teacher-led normal classrooms.
ടീച്ചർ ലെഡ് ക്ലാസ് റൂംസ് ആയിരുന്നു ഇത്രയും നാൾ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അതിനെ ആര് ഡൊമിനേറ്റ് ചെയ്തു? ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ലേണിംഗ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് അതിനെ എന്ത് ചെയ്തു? ഡോമിനേറ്റ് ചെയ്തു, റൂൾ ഓവർ ചെയ്തു. സോ ദിസ് ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൊക്കാബുലറി. സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന വാക്കുകളാണ് കോഗ്നിറ്റീവ്, സോൾ ആൻഡ് പെർസ്പെക്റ്റീവ്. കോഗ്നിറ്റീവ്, സോൾ ആൻഡ് പെർസ്പെക്റ്റീവ്. So cognitive means something which involves our brain activity. അത് നമ്മുടെ ചിന്ത, നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കണക്ക് കൂട്ടുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മൾ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുന്ന എന്തും കൊഗ്നിറ്റീവ് എന്ന് നമുക്ക് പറയാം. ബുദ്ധിപരമായവ, അതിനെയാണ് കൊഗ്നിറ്റീവ് എന്ന് പറയുക. ഇനി സോൾ എന്ന് പറയുന്ന വാക്ക്, സോൾ എന്ന് പറയുന്ന വാക്ക് ഞാൻ ഇവിടെ ഒരു അഡ്ജക്റ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വിശേഷണം. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മീനിങ് മാത്രമേ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടവ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവ, ഇതിനെയൊക്കെയാണ് നമ്മൾ സോൾ എന്ന് പറയുന്നത്. സംതിങ് വിച്ച് ഈസ് ഐസൊലേറ്റഡ്, സംതിങ് വിച്ച് ഈസ് റിമൈനിങ് ആസ് ഒന്നായിട്ട് നിൽക്കുന്നതിനെയാണ് സോൾ എന്ന് പറയുക. നെക്സ്റ്റ് വേർഡ് ഈസ് പെർസ്പെക്റ്റീവ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ നോക്കി കാണുന്ന കാഴ്ചപ്പാട്, രീതി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പെർസ്പെക്റ്റീവ് എന്ന് പറയുക. നമ്മുടെ വ്യൂ പോയിന്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതിനെയാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുക. So let's see an example in order to understand more about the meaning of these words. Cognitive development is not the sole aim of education, but it broadens perspectives of individuals. ആളുകളുടെ ബുദ്ധിപരമായ വികാസം മാത്രമല്ല എഡ്യൂക്കേഷൻ്റെ ഒറ്റ ലക്ഷ്യം. പിന്നെയോ but it broadens perspectives of individuals. ആളുകളുടെ ചിന്താഗതികൾ, കാഴ്ചപ്പാട് വികസിപ്പിക്കുന്നതിന് ആര് സഹായിക്കുന്നു? എഡ്യൂക്കേഷൻ സഹായിക്കുന്നു. ദിസ് ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ യുവർ IELTS essay writing and you are definitely gonna win the IELTS band score. Okay, let's move on to the next word. സോ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്സ് ആണ് ഡൈനമിക്, ഒബ്സൊലേറ്റ് ആൻഡ് അജൈൽ. ഡൈനമിക്, ഒബ്സൊലേറ്റ് ആൻഡ് അജൈൽ. സോ ഈ വാക്കുകളുടെ മീനിങ്, ഡൈനമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് ചേഞ്ചസ് വെരി ക്വിക്ക്ലി, എപ്പോഴും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നവ, മാറിക്കൊണ്ടിരിക്കുന്നവ, അതിനെയാണ് ഡൈനമിക് എന്ന് പറയുക. ഒബ്സൊലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുമ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ പഴയതായത്, ഇതിനെയാണ് ഒബ്സൊലേറ്റ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ഫാഷൻ, ഔട്ട്ഡേറ്റഡ്, ഇതൊക്കെയാണ് ഒബ്സൊലേറ്റ്. ഇനി അജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് റെഡി ടു ചേഞ്ച്, മാറാൻ താല്പര്യമുള്ളവ അല്ലെങ്കിൽ മാറാൻ റെഡി ആയിട്ട് ഇരിക്കുന്നവ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അജൈൽ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. ദ മോഡേൺ വേൾഡ് ഈസ് ഡൈനമിക്. യെസ്, ഇറ്റ്സ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡൈനമിക്. പല പല മാറ്റങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നുള്ള കാര്യങ്ങളായിരിക്കില്ല നാളെ നമ്മൾ അറിയാൻ പോകുന്നത്. സോ ഇറ്റ്സ് റിയലി ഡൈനമിക്. ദ മോഡേൺ വേൾഡ് ഈസ് ഡൈനമിക്. ആൻഡ് എ ലോട്ട് ഓഫ് നോളജ് ബിക്കംസ് ഒബ്സൊലൈറ്റ് വെരി ക്വിക്ക്ലി. അതെ, ഇന്ന് നമ്മൾ പഠിച്ച ഒരു ടെക്നോളജി ഒരു 2 ദിവസം കഴിയുമ്പം അത് ഔട്ട് ഓഫ് ഡേറ്റഡ് ആയി, പുതിയൊരു ടെക്നോളജി അതിൻ്റെ സ്ഥാനത്ത് വന്നു, അല്ലെങ്കിൽ പുതിയൊരു കാര്യം, പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും അതിന് പകരം വന്നത്. നമ്മളിപ്പം ഒരു ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചു, ചിലപ്പോൾ ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പം അതിനെ മറികടക്കുന്ന അല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കുന്ന മറ്റൊരു കണ്ടുപിടുത്തം അവിടെ റീപ്ലേസ് ചെയ്ത് വന്നെന്നിരിക്കും. സോ അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച നോളജ് വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ബിക്കം ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ. സോ അത് റീപ്ലേസ്ഡ് ആയി. സോ ദ മോഡേൺ വേൾഡ് ഈസ് ഡൈനമിക് ആൻഡ് എ ലോട്ട് ഓഫ് നോളജ് ബിക്കംസ് ഒബ്സൊലൈറ്റ് വെരി ക്വിക്ക്ലി. സോ എഡ്യൂക്കേഷൻ സിസ്റ്റം നീഡ് ടു ബി അജൈൽ. സോ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൺസെപ്റ്റ്സ് മാറി. ലൈക്ക് ഞാനൊക്കെ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം, അതായത് എങ്ങനെ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു മെയിൽ സെൻഡ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിരുന്നതിന് പകരം ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ദേ ആർ ലേണിംഗ് ഹൗ ടു കോഡ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് പഠിക്കുന്നു. സോ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. സോ എഡ്യൂക്കേഷൻ സിസ്റ്റം എപ്പോഴും എന്തിന് റെഡി ആയിരിക്കണം? ഒരു മാറ്റത്തിന് റെഡി ആയിരിക്കണം. സോ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം നീഡ്സ് ടു ബി അജൈൽ ഇൻ ദിസ് ഡൈനമിക് വേൾഡ്. സോ ദിസ് ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ആൻഡ് യു ക്യാൻ യൂസ് ദീസ് പർട്ടിക്കുലർ വേർഡ്സ് ആൻഡ് ദിസ് സെന്റൻസ് ഇൻ യുവർ റൈറ്റിംഗ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൊക്കാബുലറി. സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന വേർഡ്സ് ആണ് എയ്ഡ് ആൻഡ് അക്വിസിഷൻ. എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് എന്നാണ് അർത്ഥം, സഹായം.
സോ ഈ IELTSന്റെ റൈറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്കാഡമിക് വാക്കുകളുടെ ഉപയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ ഹെൽപ്പ് എന്നൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ എയ്ഡ് എന്നുള്ള വാക്ക് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. കാരണം അതൊരു അക്കാഡമിക് ആയിട്ടുള്ള വാക്കാണ് എയ്ഡ് എന്ന് പറയുന്നത്. സോ അടുത്ത വാക്ക് അക്യൂസേഷൻ. അക്യൂസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്റ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കുക, ആർജിച്ചെടുക്കുക, പഠിച്ചെടുക്കുക, ഇതൊക്കെയാണ് അക്യൂസേഷൻ്റെ മീനിങ്. ലേണിംഗ്, ഡെവലപ്പിംഗ് ഓർ ഒബ്റ്റൈനിങ്. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. Education aids in acquisition of knowledge, skills, values, beliefs and habits. അപ്പോൾ എഡ്യൂക്കേഷൻ എന്തിനൊക്കെ സഹായിക്കുന്നു, എന്തൊക്കെ നേടിയെടുക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെ ആർജിക്കാൻ നമ്മളെ സഹായിക്കുന്നു? നോളജ് ആർജിക്കാനും, സ്കിൽ ആർജിക്കാനും, വാല്യൂ എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ ആർജിക്കാനും, ബിലീഫ്സ് നമ്മുടെ ഓരോ കൺസെപ്റ്റുകൾ, നമ്മളുടെ ബിലീഫ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും, പിന്നെ ഹാബിറ്റ്സ് നമ്മുടെ ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ അതിന് എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ എഡ്യൂക്കേഷൻ എയ്ഡ്സ് ഇൻ അക്വിസിഷൻ ഓഫ് നോളജ്, സ്കിൽസ്, വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് ഹാബിറ്റ്സ്. ദിസ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. സോ അടുത്ത നമ്മുടെ വാക്കുകളാണ് കരിക്കുലം, എംഫസൈസ്, ഇമ്പാർട്ട്. സേ വിത്ത് മീ. കരിക്കുലം, എംഫസൈസ്, ഇമ്പാർട്ട്. കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ്. നമ്മൾ സ്കൂൾ കരിക്കുലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? സിലബസ്. എത്രയൊക്കെ സബ്ജക്റ്റ് നമ്മൾ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്യണം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈനെയാണ് നമ്മൾ കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ. സോ എംഫസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യുക എന്നാണ്. ഗീവ് ഇമ്പോർട്ടൻസ് ടു സംതിങ്. എംഫസൈസ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ, ഗീവ് ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ എന്നാണ്. എംഫസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക എന്നാണ് അർത്ഥം. ഇമ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം കൺവേ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പാസ് ഓൺ നോളജ്. ഇമ്പാർട്ട് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൺവേ നോളജ് അല്ലെങ്കിൽ പാസ് ഓൺ നോളജ്. അതിനെയാണ് ഇമ്പാർട്ട് എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. ദ മോഡേൺ സ്കൂൾ കരിക്കുലം emphasizes on imparting knowledge as well as practical skill training. So modern school curriculum എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? എംഫസൈസ് ഓൺ ഇമ്പാർട്ടിംഗ് നോളജ് കൺവേ ചെയ്യുക അല്ലെങ്കിൽ നോളജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മാത്രമല്ല, അതോടൊപ്പം തന്നെ ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ സ്കിൽ ട്രെയിനിങ്. അപ്പോൾ മോഡേൺ സ്കൂൾ കരിക്കുലം നോട്ട് ഓൺലി എംഫസൈസ് ഓൺ ഇമ്പാർട്ടിംഗ് നോളജ് ബട്ട് ഓൾസോ ഓൺ പ്രാക്ടിക്കൽ സ്കിൽ ട്രെയിനിങ്. രണ്ടും ഒരുപോലെ എംഫസൈസ് ചെയ്യുന്നുണ്ട് മോഡേൺ സ്കൂൾ കരിക്കുലം. ദിസ് ഈസ് ഓൾസോ എ വെരി ഗുഡ് എക്സാമ്പിൾ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വേർഡ്. സോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സൂപ്പർ വൊക്കാബുലറിയാണ് ഇൻട്രാക്റ്റീവ് ക്ലാസ്. ഇൻട്രാക്റ്റീവ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഇറ്റ്സ് എ ലെക്സിക്കൽ റിസോഴ്സ്. സോ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ള ടീച്ചർ ലെഡ് ക്ലാസ് റൂം പോലെയല്ല. ടിപ്പിക്കലായിട്ടുള്ള ടീച്ചർ ലെഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സ്റ്റുഡൻസ് എല്ലാം ജസ്റ്റ് ലിസണേഴ്സാണ്. അതുപോലെയല്ല. സ്റ്റുഡൻസും ടീച്ചേഴ്സും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം സെഷനെ നമുക്ക് ഇൻട്രാക്റ്റീവ് ക്ലാസ് എന്ന് വിളിക്കാം. അതായത് സ്റ്റുഡൻസ് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നു, ഡിസ്കഷൻ നടത്തുന്നു, ടീച്ചേഴ്സുമായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. ഇതിനെയൊക്കെയാണ് ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂം എന്ന് പറയുക. സോ ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂം, പ്ലീസ് റിമെമ്പർ ദിസ് പർട്ടിക്കുലർ വേർഡ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വേർഡ്. മൾട്ടിമീഡിയ എന്ന് പറയുന്നത് ഒരു ലെക്സിക്കൽ റിസോഴ്സാണ്, ബട്ട് നോട്ട് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വേർഡാണ്. മൾട്ടിമീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓഡിയോ, ടെക്സ്റ്റ്, വീഡിയോ, ലൈക്ക് ആനിമേഷൻസ് ആൻഡ് സച്ച് തിങ്സ്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മൾട്ടിമീഡിയ എന്ന് പറയുക. സോ നമ്മുടെ ഈ പ്രസൻറ്റേഷനിലേക്ക് തന്നെ നോക്കിക്കേ, ഇറ്റ്സ് എ മൾട്ടിമീഡിയ. സോ ഇതിൻ്റെ അകത്ത് ഞാൻ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് വായിക്കാനായിട്ട് ടെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വോയിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇറ്റ്സ് ഓഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഐ വാസ് ഡിസ്ക്രൈബിങ് വാട്ട് ദിസ് പ്രസൻറ്റേഷൻ ഈസ് അബൌട്ട് ആൻഡ് ഇറ്റ് വാസ് എ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ പ്രസൻറ്റേഷൻ. സോ ഇറ്റ്സ് എ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ. സോ ദ നെക്സ്റ്റ് വേർഡ് ഈസ് ഇൻകോർപ്പറേറ്റ്. ഇൻകോർപ്പറേറ്റ് മീൻസ് ടു ഇൻക്ലൂഡ് എന്നാണ്, ഉൾപ്പെടുത്തുക എന്നാണ്. ഇൻകോർപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾപ്പെടുത്തുക എന്നാണ് അർത്ഥം. സോ ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദീസ് വേർഡ്സ്. Interactive classrooms incorporating multimedia tools have proven to be an effective method of education. So, interactive classrooms including multimedia technology have proven to be good for teaching students. അപ്പം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് നല്ലൊരു മെത്തേഡാണ് ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂംസ്. എങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂംസ്?
ടെക്നോളജി മൾട്ടിമീഡിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുള്ള ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂം. നോക്കിക്കേ, ഞാൻ തന്നിരിക്കുന്ന പിക്ചറിൻ്റെ അകത്തേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. അതൊരു ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂമാണ്. ബിക്കോസ് അവിടെ ടീച്ചർ സ്റ്റുഡൻറ്റിനെ കൊണ്ട് എന്തോ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. സ്റ്റുഡൻറ്റ് മുമ്പിൽ പോയി നിന്ന് എന്തോ വർക്ക് ചെയ്യുകയാണ്. സോ സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ആ ക്ലാസ്സിലുണ്ട്. അപ്പോൾ സോ ഇറ്റ്സ് ആൻ ഇൻട്രാക്റ്റീവ് ക്ലാസ്. പിന്നെ ആ ക്ലാസ് റൂമിൽ അവർ ഈ മൾട്ടിമീഡിയ ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ആ ബോർഡിലേക്ക് നോക്കിക്കേ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ വൈറ്റ് ബോർഡ് ഓർ എ ബ്ലാക്ക് ബോർഡ്. ഇറ്റ്സ് എ സ്ക്രീൻ which have certain pictures, animations, and some works over there, right? Maybe some audio and such things. സോ അതൊരു മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ക്രീനാണ്. സോ ഈ ക്ലാസ് റൂമിൽ എന്തുണ്ട്? മൾട്ടിമീഡിയ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ആൻ ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂം വിത്ത് മൾട്ടിമീഡിയ ടൂൾസ്. സോ അങ്ങനെയുള്ള ക്ലാസ്സുകൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ വളരെയധികം സഹായിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കാര്യങ്ങൾ കുറച്ചും കൂടെ കൺവേ ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്. So it's a very good example sentence, and please try to include these vocabularies in your IELTS speaking and writing. For that, please note down the vocabularies and lexical resources. You can even include the example sentences to convey your points too. So hope you enjoyed this video very well. If you are preparing for the IELTS examination, all the best, and try to remember all these words, and we will see in the next video. Thank you.